നമസ്കാരം. വർഗീയത അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എല്ലാ കാലത്തും എല്ലാ പാർട്ടിക്കും ഒരുപോലെ ദോഷം തന്നെയാണ്. ഇപ്പം ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് മലപ്പുറം തിരൂരിൽ നമ്മുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവനെതിരെയുള്ള ഫ്ലെക്സുകളാണ് ഇന്നലെ തിരൂരിലെല്ലാം ഉയർന്നു വന്നത്. ഇന്നലെ വൈകുന്നേരങ്ങളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉയർന്നു വന്നത്. SDPI എന്നൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിജയരാഘവൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു എന്നും ചർച്ചയ്ക്ക് ഇരുന്നു എന്നുള്ള തരത്തിലുള്ള വീഡിയോസ് എല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനെതിരെ CPIൻ്റെ സേവ് CPI എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്ലെക്സാണ് ഇന്നലെ തിരൂരെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എങ്ങോട്ടാണ് CPMൻ്റെ എല്ലാ നേതാക്കന്മാരും അല്ല, ചില നേതാക്കന്മാർ, അതിപ്പോൾ നമ്മൾ CPMനെ മാത്രം പറയുന്നില്ല, കോൺഗ്രസ്സിലായാലും ലീഗിലായാലും എല്ലാ പാർട്ടികളിലും ചില നേതാക്കന്മാർ ചില പ്രത്യേക വിഭാഗങ്ങളുമായിട്ട് അടുപ്പം പുലർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം അത്തരത്തിൽ വിജയരാഘവനെ പോലുള്ള ഒരു പോളിറ്റ് ബ്യൂറോ അംഗം വർഗീയ ശക്തികളുമായിട്ട്, അതിപ്പം ഏത് തരം വർഗീയത ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ ഇതൊന്നും മാറ്റർ അല്ല. വർഗീയത ഏതാണെങ്കിലും വർഗീയത തന്നെയാണ്, അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പം അത്തരത്തിൽ ഒരു വർഗീയതയിലേക്ക് വിജയരാഘവനെ പോലെ ഒരാൾ പോയപ്പം പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ ഇതിനെ പുകഴ്ത്തിയിട്ടാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വന്നത്. അവരിതിന് വിശദീകരണമായിട്ട് വന്നത് ഒരു ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് ജില്ലാ കമ്മിറ്റി നേതാവിൻ്റെ ഒരു കുടുംബത്തിലെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടെങ്ങാണ്ടാണ് വിജയരാഘവൻ അവിടെ വന്നത് എന്നുള്ളതും, അല്ലാതെ യാതൊരു തരത്തിലുള്ള ചർച്ചകളോ മറ്റ് അനുനയ നീക്കങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല എന്നുള്ളതാണ് ഫ്ലെക്സുകളടക്കം ഇന്നലെ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഫ്ലെക്സുകളിൽ എഴുതിയത് ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം അതെന്താണ് അവർ പറഞ്ഞതെന്നുള്ളത്. സഖാക്കളെ, വർഗീയവാദികളെ കൂട്ടുപിടിച്ച് പാർട്ടിയെ വിറ്റ് കാശാക്കിയ ഇവരല്ലേ ശരിക്കും പരനാറി, ഇവനോടല്ലേ നമ്മൾ കടക്ക് പുറത്ത് പറയേണ്ടത്. സേവ് CPIM, ഇതാണ് ആ ഒരു ഫ്ലെക്സിൽ ആകെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ ഫ്ലെക്സ് കീറുന്ന അവസ്ഥയിലോട്ട് പോകുന്നു. പിന്നീട് കുന്നത് ഷൗക്കത്തിനെ പോലുള്ള ആളുകൾ രംഗത്ത് വരികയും ആ കീറിയ ഫ്ലെക്സുകൾ വീണ്ടും തുന്നിക്കെട്ടുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ അതിപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഇപ്പം നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിൽ തന്നെ, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്ന് പറയുന്ന തരത്തിലുള്ള പല ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലൊരു വിഭാഗം നേതാക്കന്മാർ അങ്ങനെ പറയുന്നവരുണ്ട്. അവരുടെ ഐഡിയോളജി അങ്ങനെയാണ്. അപ്പം ഇന്ത്യ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്ന് പറയുമ്പം അതിനൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സായ, ഭയങ്കര യൂണിറ്റിയുള്ള, വ്യത്യസ്ത ജാതി മത വർണ്ണങ്ങളുള്ള വളരെ ഡൈവേഴ്സായ ഒരു രാജ്യമാണ്. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന, ആ ഭാഷകൾക്കുള്ളിൽ തന്നെ ഒരുപാട് സബ് ഭാഷകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, മലയാള ഭാഷയാണ് നമ്മുടെ ഔദ്യോഗിക മാതൃഭാഷ. എന്നിരുന്നാൽ പോലും നമ്മൾ കാസർഗോഡ് ജില്ലയെ പോലത്തെ ഒരു ജില്ല നമ്മൾ പറയുന്നത് സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഒരു സംസ്ഥാനത്തുള്ളിൽ തന്നെ വ്യത്യസ്ത തരം ഭാഷകൾ വരാറുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഇതേ ഡയലക്ട്സിൽ തന്നെ വരുമ്പോൾ നമുക്ക് ഈ കേരളത്തിൻ്റെ നോർത്തേൺ കേരള, അതായത് ഉത്തര കേരളത്തിൻ്റെ ഈ കണ്ണൂർ, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ്, അതേപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തുള്ള ഭാഷകൾ, അവർക്കിടയിൽ തന്നെ മലപ്പുറത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഭാഷകളാണ്. അത് തെക്കൻ ജില്ലകളോട്ട് വരുമ്പം അതിലും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ അതിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്രത്തോളം ഡൈവേഴ്സായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രത്തോളം ഡൈവേഴ്സായി നിൽക്കുമ്പം അതിനെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് മുമ്പോട്ട് പോകാന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു മതരാഷ്ട്ര സിദ്ധാന്തം അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ വരുന്ന മറ്റൊരു വർഗീയ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരു കക്ഷിയാണ് ഈ പറഞ്ഞ പോലെ SDPI. അപ്പം SDPI ആയിട്ട് അതിപ്പം അവർ പലപ്പോഴും പറയാറുള്ളത്, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന RSS എങ്ങനെയാണോ പെരുമാറുന്നത് അവർക്ക് അതേ ശക്തിയിൽ അവർ തിരിച്ചടിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ വരുന്നത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പം SDPI പറഞ്ഞ പോലെ നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടന തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പല CFI പോലത്തെ സംഘടനകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചതൊക്കെ. അപ്പം എന്തുവന്നാലും ഇത്തരത്തിലുള്ള മുസ്ലിം സംഘടനകളിലുള്ള ഇത്തരത്തിലുള്ള വർഗീയവാദികളുണ്ട്. ഇനി നമ്മൾ ക്രൈസ്തവ സമൂഹത്തിലോട്ട് പോകുമ്പോൾ അവിടെയും കാസ പോലെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ വെറുപ്പിൻ്റെ വിത്ത് പടർത്തുന്ന കാസ പോലുള്ള സംഘടനകളുണ്ട്. ഇനി ഇതേ സാധനം നമ്മൾ ഹൈന്ദവ മതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഹൈന്ദവർ അവരാണെന്ന് അവകാശപ്പെട്ട് മുമ്പോട്ട് വരുന്ന RSSനെ പോലത്തെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന, കലാപങ്ങൾ ഉണ്ടാക്കുന്ന, BJPക്ക് ഒത്താശ ചെയ്യുന്ന BJP RSS പോലത്തെ ശാഖകൾ ഉണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ ഏതായിക്കോട്ടെ, ഇപ്പം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മറ്റ് സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ക്രൈസ്തവരിൽപ്പെട്ട ഇത്തരം വർഗീയവാദികളാണ് എല്ലാ കാലത്തും ഇന്ത്യക്ക് വലിയ പരാജയം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലും അതങ്ങനെ തന്നെയാണ്. അതിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. അപ്പം അത്തരത്തിലുള്ള വർഗീയവാദികളുമായിട്ട് CPM പോലുള്ള ഒരു എന്താ പറയുക മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഒരു പാർട്ടി ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പം ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രമല്ല, മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും പറയുന്നത് മലപ്പുറം ജില്ലയിൽ CPMൻ്റെ ഇത്തരത്തിലുള്ള അതിദയനീയമായ പരാജയത്തിനുള്ള ഒരു കാരണം നമുക്കറിയാം KT ജലീലൊക്കെ അവിടെ ജയിക്കുന്നതാണ്. അതേപോലെ ഒട്ടും മോശമല്ലാത്ത ഒരു വോട്ട് ഷെയർ ഉള്ള സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ നിലമ്പൂരൊക്കെ. അപ്പം മലപ്പുറം ജില്ല പൂർണ്ണമായിട്ടും ലീഗിന് ശരിയാണ്, ലീഗിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ പല ഭാഗവും. അതേപോലെ പാലക്കാടിൻ്റെ തുടക്കം, അതായത് പാലക്കാടിൻ്റെ എൻട്രിലൂടെ ചെയ്യുന്ന മണ്ണാർക്കാട് പോലത്തെ ഭാഗങ്ങൾ തുടങ്ങി പട്ടാമ്പിയിലെ ചില ഭാഗങ്ങൾ, ഷൊർണൂരിൻ്റെ ചില ഭാഗങ്ങൾ, പിന്നെ മലപ്പുറം ജില്ല ഏറെക്കുറെ മുഴുവനായും കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളും വയനാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം അത്യാവശ്യമല്ല അധികം സംഘടനാ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗൊക്കെ. അപ്പം അത്തരത്തിലുള്ളൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ പോലും അവിടെ പോലും സ്വതന്ത്രരെ നിർത്തിങ്ങാണ്ട് ജയിപ്പിക്കാൻ CPMന് കഴിയാറുണ്ട്. PV അൻവറിനെ പോലെ അത് നമ്മൾ ഉദാഹരണം കണ്ടതാണ്. പിന്നീട് പാർട്ടി വിട്ട് പോകുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ CPMന് എന്നും അവരുടെ ബേസ് കീപ്പ് ചെയ്യാൻ അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ വർഷം പാർട്ടിയെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ വിശ്വസ്ത അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ സഹചാരി ഈ പറഞ്ഞ പോലെ എം വി ഗോവിന്ദൻ A വിജയരാഘവൻ, നമ്മുടെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A വിജയരാഘവൻ, അദ്ദേഹം ഇത്തരത്തിലുള്ള SDPI നേതാക്കന്മാരുള്ള കൂടിക്കാഴ്ചയാണ്. ഇത് സെയിം സാധനം തന്നെ UDFിലോട്ട് വരുമ്പോൾ ഇതേ വിഷയം തന്നെ നമുക്കും പറയാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള ഒരു ബന്ധത്തിന് ഞാൻ പേഴ്സണലി അനുകൂലിക്കുന്ന കാര്യമല്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏത് പിന്നെ വർഗീയത ആയിക്കോട്ടെ, ന്യൂനപക്ഷ വർഗീയത പിന്നെ ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ, അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മുന്നണികളും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള കുറച്ച് വോട്ട് ഷെയറിന് കിട്ടാൻ വേണ്ടി, കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങാണ്ട്, നാലണക്ക് വേണ്ടി ഇങ്ങാണ്ട്, കുറച്ച് ക്യാഷിന് വേണ്ടി ഇങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിലോട്ട് ഒരു മുന്നണിക്കും പോകുന്നത് നല്ലതായിരിക്കില്ല. അപ്പം എല്ലാ മുന്നണികളും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ 2019 തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി ഈ പറഞ്ഞ പോലെ SDPI നേതാക്കന്മാരെ പോയി കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പം എല്ലാ മുന്നണികളോടും എല്ലാ പാർട്ടികളോടും ഇക്കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരിക്കലും വർഗീയവാദികളെ കൂട്ടുപിടിച്ച് വിജയിക്കുന്ന ഒരു വിജയം ഒരു സുസ്ഥിര വിജയമായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ലോങ് ടേം കുറച്ച് നാൾ കഴിയുമ്പം ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം CPMനുള്ളിൽ ഇത്തരത്തിലുള്ള മറ്റു വിഭാഗീയത ഉണ്ടായിരുന്നോ, മറ്റ് എന്താ പറയുക വർഗീയവാദികളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നോ, CPMൽ മാത്രമല്ല അതിപ്പം UDFിലോട്ട് വരികയാണെങ്കിലും BJPയിലോട്ട് വരികയാണെങ്കിലും എങ്ങനെയൊക്കെ ജയിച്ചു എന്നുള്ള കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളും എന്തായാലും പുറത്തു വരും. എന്തായാലും കാത്തിരുന്ന് കാണാം.